സൂപ്പർ സ്റ്റാറുകളുടെ ഡാൻസ് രംഗങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇവർക്ക് പിന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ജനശ്രദ്ധ ലഭിക്കാറില്ല. ഇവരുടെ ഡാൻസ് ഹിറ്റാകുമെങ്കിലും ഇവരെ അടുത്തറിയാൻ പ്രേക്ഷകർക്ക് കഴിയാറില്ല. ഇപ്പോഴിതാ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് രംഗത്ത് ഒരു കാലത്ത് സജീവമായിരുന്ന ശാന്തി തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചില സിനിമകളിൽ ഡാൻസ് മാസ്റ്ററായും ശാന്തി പ്രവർത്തിച്ചിട്ടുണ്ട്. പഴയതുപോലെയല്ല ഇന്ന് പിന്നണി ഡാൻസർമാരുടെ സാഹചര്യമെന്ന് ശാന്തി പറയുന്നു. അക്കാലത്ത് ഞങ്ങൾക്ക് തിരക്കായിരുന്നു, എല്ലായിടത്തും ഞങ്ങൾ തന്നെയായിരുന്നു പോവുക. എന്നാൽ ഇപ്പോഴുള്ളവർ ഒരുപാട് കഷ്ടപ്പെടുന്നു. കാരണം ഇപ്പോൾ കേരളത്തിലും കർണാടകയിലുമെല്ലാം വേറെ ഡാൻസർമാരുണ്ട്. അതിനാൽ ഇവർക്ക് തമിഴിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇംഗ്ലീഷ് പാട്ടുകൾ പോലെ എടുക്കുന്നതിനാൽ പാട്ടുകൾ കട്ട് ചെയ്തു. വലിയ ഡാൻസ് മാസ്റ്റർ പോലും മാസത്തിൽ ഒരു വർക്കാണ് ചെയ്യുന്നത്. പാട്ടില്ലാത്തത് വിഷമമാണ്. ഡാൻസർമാർക്ക് ജോലിയില്ല. വരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച കാലം പോയി. ആന്ധ്രയിലൊക്കെ സിനിമകൾ കൂടുതലാണ്, അതിനാൽ അവിടെയുള്ളവർക്ക് ജോലി ലഭിക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. സീരിയലുകളിൽ ഒന്നും ഡാൻസർമാർക്ക് ജോലിയില്ല. രജനി സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പടയപ്പ, മുത്തു, അരുണാചലം തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ചെയ്യുമ്പോൾ രജനി സാറുടെ ഇരുവശത്തും നിൽക്കാൻ ഡാൻസർമാർ തമ്മിൽ വഴക്ക് നടക്കും. വലിയ താരമാണെങ്കിലും ഡാൻസ് ചുവട് തെറ്റിയാൽ സോറി, ഒന്നുകൂടി ചെയ്യാം എന്ന് അദ്ദേഹം പറയും. അതിനാൽ നമ്മൾക്ക് ഭയം തോന്നില്ല. അജിത് സാർ രാവിലെ വന്ന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യും. വിജയ്, ചിമ്പു എന്നിവരോടൊപ്പം ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും. കാരണം അവർ മികച്ച ഡാൻസർമാരാണ്. വിജയ് സാർ റിഹേഴ്സൽ ഇരുന്ന് നോക്കും, നിശബ്ദനായിരിക്കും. പിന്നീട് വന്നു നിന്ന് ആ മൊമെന്റിൽ പെട്ടെന്ന് ഡാൻസ് ചെയ്യും. ഡാൻസിനപ്പുറം അദ്ദേഹത്തിന് ഒരു എക്സ്പ്രഷനും ഉണ്ടാവും. അദ്ദേഹത്തോടൊപ്പം ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസർമാർക്ക് ഒരു മത്സരമുണ്ടാവും. ഹീറോകൾ അവരെക്കാൾ നന്നായി ഡാൻസ് ചെയ്യുന്ന ഡാൻസർമാരെ കണ്ടാൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അവരെ സൈഡിലാക്കാൻ ശ്രമിക്കില്ല. തെലുങ്കിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ലുക്കിലും ഡാൻസിലും അവരെക്കാൾ നന്നായാൽ മുന്നിൽ നിർത്തില്ല. പക്ഷെ നമ്മളുടെ ഹീറോകൾ അങ്ങനെയല്ല. ധനുഷ് കാതൽ കൊണ്ടയും ചെയ്യുമ്പോൾ ഞാൻ ഡാൻസ് മാസ്റ്ററുടെ അസിസ്റ്റന്റാണ്. അന്ന് അദ്ദേഹം പാവമാണ്, പുതിയ പയ്യനല്ലേ, എക്സ്പ്രഷൻ വരാൻ വേണ്ടി ഡാൻസ് മാസ്റ്റർ അടിക്കും. അന്ന് എനിക്ക് പാവം തോന്നി. എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുകൊണ്ടാണ് ധനുഷ് ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നതെന്നും ശാന്തി ചൂണ്ടിക്കാട്ടി. നായികമാരിൽ ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് സിമ്രാനൊപ്പമാണ്. സിമ്രാനുമായി മത്സരമായിരിക്കും. ജ്യോതികയോ ലൈലയോ മത്സരിക്കില്ല. പക്ഷേ സിമ്രാനിലേക്ക് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ഒരു മത്സരമുണ്ടാകും. നോക്കിക്കോ, നിന്നേക്കാൾ നന്നായി ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് ഞങ്ങൾ പരസ്പരം പറയും. നല്ല സുഹൃത്തുക്കളായിരുന്നു. ജ്യോതികയും സിമ്രാനുമെല്ലാം വളരെ ആത്മാർത്ഥതയുള്ളവരായിരുന്നെന്നും ശാന്തി അഭിപ്രായപ്പെട്ടു.